ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാനിതാ സുഖമായിരിക്കുന്നു. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് മാങ്ങ വെച്ചുകൊണ്ട് എല്ലാവരും ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ടല്ലോ അല്ലേ, ഒരു മിഠായി ഒക്കെ പോലെ. പക്ഷേ ആ ഒരു സംഭവം വലിയ ഒരു ഷീറ്റ് നമ്മൾ വെയിലത്ത് ഉണക്കിയിട്ടൊരു വലിയ ഷീറ്റായിട്ട് റോളാക്കി എടുക്കുന്നവരുമുണ്ട്. പിന്നെ മിഠായി പോലെ ചെറുതാക്കിയിട്ട് ചെയ്യുന്നതുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒരു മാങ്ങ ഉണ്ടായിരുന്നുള്ളൂ, ഒരു പഴുത്ത മാങ്ങ വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം ഞാൻ മിഠായി പോലെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാം. അപ്പോൾ ഇതാ ഒരു പഴുത്ത നല്ലൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോല് കളഞ്ഞിട്ട് കട്ടാക്കി എടുക്കുകയാവും ബെറ്റർ. അപ്പോൾ ഞാനിതാ ഇപ്പോൾ ഇതിങ്ങനെ മാങ്ങ ഓരോന്നിങ്ങനെ സ്ലൈസായിട്ട് കട്ടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ പറയാനുള്ള കാര്യം, ഏതെങ്കിലും പുതിയ കൂട്ടുകാരൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് കൂടെ അറിയിക്കണം. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ കുറേ ആൾക്കാരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. പച്ചമാങ്ങ വെച്ച് ചെയ്തെടുക്കുന്നവരുണ്ട്, പഴുത്ത മാങ്ങ വെച്ചിട്ട് ചെയ്തെടുക്കുന്നവരുണ്ട്. ഏതായാലും കുട്ടികൾക്ക് ഇഷ്ടമാവുന്ന നല്ലൊരു അടിപൊളി ഒരു സ്വീറ്റ് എന്നൊക്കെ പറയാം, ഒരു മിഠായി സംഭവമാണെന്ന് തോന്നുന്നു ഇത്. അപ്പോൾ ഏതായാലും നല്ല രീതിക്ക് മാങ്ങ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊന്ന് മിക്സിയുടെ ഒരു ജാറിലിട്ടിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇനിയിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർ ഇതിലോട്ട് കോൺഫ്ലവറൊക്കെ ചേർക്കുന്ന കണ്ടു. ഞാനിപ്പോൾ ഇതിലോട്ട് ഒന്നും ചേർത്തിട്ടില്ല. ആവശ്യത്തിനുള്ള പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഒരു മാംഗോൻ്റെ പൾപ്പും പിന്നെ ഈ പഞ്ചസാര മാത്രമാണ് നമ്മൾ ഈ മിക്സാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളറിന് വേണമെങ്കിൽ നല്ല ഫുഡ് കളറോ, അതായത് ജെല്ലി കളറായിട്ട് യൂസ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം നമ്മുടെ മക്കൾക്ക് കഴിക്കാനാണല്ലോ തയ്യാറാക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫുഡ് കളർ തന്നെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഏതായാലും കളറിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. കാരണം അത്യാവശ്യം നല്ല അടിപൊളി പഴുത്ത നല്ല മധുരമുള്ള മാങ്ങയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് മിക്സിയുടെ ജാറിൽ ഈ ഒരു പൾപ്പ് ഇങ്ങനെ മിക്സാക്കി വന്നപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ മാടമൊക്കെ ഒരു സ്മെല്ലും പിന്നെ അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാംഗോൻ്റെ പൾപ്പാണല്ലോ, ഇത് കാരണമാണ് ആ ഒരു ഫീല് കിട്ടിയത്. നല്ല ടേസ്റ്റായിട്ടുള്ള മാങ്ങയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായുള്ള പഴുത്ത മാങ്ങ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പഴുത്ത മാങ്ങ വെച്ച് ചെയ്യുന്നവർ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നല്ല ടേസ്റ്റാവും, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. പിന്നെ ഇനി വേണമെന്നുണ്ടെങ്കിൽ പാൽപ്പൊടി ഇതൊക്കെ ഇതിൽ ചേർക്കാം. പക്ഷെ ഞാനതൊന്നും ചേർത്തിട്ടില്ല. ഇതിൽ വെറും മാങ്ങയും പഞ്ചസാരയും മാത്രമാണ് നമ്മളിപ്പോൾ യൂസ് ആക്കുന്നത്. ഇനി ഇങ്ങനെ ഇടവിടാണ്ട് മിക്സ് ആക്കിക്കൊണ്ടേ ഇരിക്കണം. കാരണം ഈ ഒരു പാനിൽ പറ്റി പിടിക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്കാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നല്ല രീതിക്ക് മിക്സ് ആക്കി എടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി ഉപ്പ് വേണമെങ്കിൽ ചേർക്കട്ടോ, ഒരു പിഞ്ച് ഉപ്പ്. ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. നല്ല രീതിക്ക് പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഏതായാലും അങ്ങനെ സെറ്റായി വരുന്നുണ്ട്. ഓക്കെ. ഇനിയിപ്പോൾ ഞാനിതിലോട്ട് വേറൊരു സംഭവം കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്കത് ഓരോരുത്തർക്കും ഓരോ ഫ്ലേവറാണല്ലോ. അപ്പോൾ നല്ല പഴുത്ത മാങ്ങയിൽ പച്ചമുളക് ഇട്ടിട്ട് എങ്ങനെ ഉണ്ടാവും, അതായത് മുളക് പൊടി. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറുപ്പത്തിലുള്ളൊരു സ്വഭാവമാണത്. മാങ്ങ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കട്ടാക്കിയിട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട്, ആരെങ്കിലും പഴുത്ത മാങ്ങ കഴിക്കും അങ്ങനെ, പക്ഷെ ഞാൻ കഴിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനിവിടെ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്, ഒരു എരിവ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഭാഗം വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. കാരണം നല്ല മധുരട്ട മാങ്ങയുടെ മിക്സാണ്. അപ്പോൾ അതിലോട്ട് പിന്നെ മുളക് പൊടി ചേർക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും വട്ടാണോന്ന്, പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ നിർബന്ധമില്ല, വേണമെന്നുള്ളവർ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഞാനിതിൽ നമ്മൾ ഈ മാംഗോൻ്റെ പൾപ്പ് എന്ത് ചെയ്തില്ല, ഇങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് ഡയറക്റ്റ് അങ്ങോട്ട് പാനിലോട്ട് ചേർക്കില്ല ചെയ്ത്, അരിച്ചിട്ടില്ലല്ലോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് മാങ്ങയുടെ ആ ഒരു പീസ് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അരിച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു സ്റ്റീൽ പ്ലേറ്റിലോട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡാക്കിയിട്ട് എന്ത് ചെയ്യാണ്, ഈ ഒരു മിക്സ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ എത്രത്തോളം തിന്നാക്കാൻ പറ്റുമോ അത്രയും തിന്നാക്കിയിട്ട് നമുക്ക് ഈ ഒരു മിക്സ് എന്ത് ചെയ്യണം, ഒന്ന് ചുറ്റിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതെന്ത് ചെയ്യണം, ഇനി കുറച്ച് ടൈം ഒന്ന് വെയിലത്ത് വെച്ചിട്ട് വേണം ഇതൊന്ന് സെറ്റാക്കി എടുക്കാനായിട്ട്.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മിഠായിയുടെ ഒരു ടെക്സ്ചർ, ഒരു ഫീലാണ് കഴിക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിൽ ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല, എന്നിട്ടും നല്ല രീതിക്ക് നല്ലൊരു കളറ് കിട്ടിയിട്ടുണ്ട്. കാരണം അത്രയും നല്ല പഴുത്ത മാങ്ങയല്ലേ നമ്മൾ യൂസ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇടയിലായിട്ട് കടിക്കാനായിട്ട് തന്നെ ചെറിയൊരു പീസ് വന്നതിനെ കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർക്ക് അത് അരിച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ അരിച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ ഒരു ടോട്ടൽ ഇതിലിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന 2 പ്ലേറ്റാണ്. പക്ഷേ ഞാൻ വേറെ കൂടെ ഒരു ഫൈബറിൻ്റെ 2 പാത്രത്തിലൂടെ ആക്കിയിട്ടാണ്. ടോട്ടൽ ഒരു 4 പ്ലേറ്റിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഐഡിയക്കാണ് ബാക്കി ചെയ്യാനുള്ളത്. അതായത് വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം ഇതൊരു ഷീറ്റ് പോലെ എടുക്കാനുണ്ട്. എന്നിട്ട് നമുക്ക് എത്രത്തോളം തിന്നാക്കിയിട്ട് റോളാക്കി എടുക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഈ റോളാക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ മക്കൾ ഇവിടെ തിന്നിട്ടിങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മിഠായി രൂപത്തിലാണ് ഞാനിപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല തിന്നായിട്ടുള്ള സ്വീറ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. പണ്ടത്തെ ഒരു മിഠായിയുടെ ഒക്കെ ഒരു ഫീലാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മാംഗോ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.